ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു ആശുപത്രിയിലോ ഡോക്ടറെ അടുത്തോ പോകുമ്പോൾ ഏറ്റവും സാധാരണമായി ചെയ്യുന്ന പരിശോധന എന്ന് പറയുന്നത് ഒരു BP നോക്കുക എന്നുള്ളതാണ്. ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് നോക്കുക എന്നുള്ളതാണ്. ഈ ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ രക്തസമ്മർദ്ദം കൂടുമ്പോൾ അത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. ഈ രക്താതിസമ്മർദ്ദമാണ് സ്ട്രോക്ക്, ഹൃദയാഘാതം, വൃക്കരോഗങ്ങൾ ഇവയെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണം. അതുകൊണ്ട് ഈ BP കൃത്യമായി നോക്കി അത് കൂടുതലാണോ അതോ നോർമൽ ആണോ എന്ന് നിർവചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു BP സാധാരണ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ്? പെട്ടെന്ന് ചെന്ന് കയറുന്നു. പലപ്പോഴും ആദ്യമായിട്ട് ഒരാൾ BP നോക്കുന്നത് ഒരു മെഡിക്കൽ ക്യാമ്പിനോ മറ്റോ ആയിരിക്കാം. നല്ല തിരക്കായിരിക്കാം. ക്യൂ നിന്നിട്ട് ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനടുത്തേക്ക് ചെല്ലുന്നു. പലപ്പോഴും നമ്മുടെ തിരക്ക് കാരണം ഇരിക്കാൻ പോലും നമ്മൾ സാവകാശം കാണിക്കാറില്ല. കൈ നീട്ടി കൊടുക്കുന്നു, നിന്നുകൊണ്ട് ഒരു BP നോക്കുന്നു, ഒരു വാല്യൂ എഴുതരുന്നു. നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ BP കൂടുതലായിട്ട് കണ്ടേക്കും. അതുകൊണ്ട് ഉടനെ രക്താതിസമ്മർദ്ദം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാര്യം ആ നോക്കിയ രീതി തന്നെ തെറ്റാണ്. അപ്പൊ വീണ്ടും ഒന്നും കൂടെ വേറൊരു അവസരത്തിൽ BP നോക്കിയിട്ട് വേണം നിങ്ങളുടെ BP നോർമൽ ആണോ കൂടുതലാണോ എന്ന് തീരുമാനിക്കേണ്ടത്. BP നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് BP നോക്കുമ്പോൾ ഒരു റിലാക്സ്ഡ് ആയിട്ട് ടെൻഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ വന്ന് കയറിയ ഉടനെ അല്ല സാധാരണ BP നോക്കേണ്ടത്. ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരുന്ന ശേഷം, വിശ്രമിച്ച ശേഷം നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇരുന്നിട്ട് നടു നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തുകൊണ്ട് BP നോക്കുന്ന കൈ സപ്പോർട്ട് ചെയ്ത് വെച്ച് കൃത്യമായി നോക്കുക. ഇതോടൊപ്പം തന്നെ ഈ BP നോക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വരെ നമ്മൾ ചായയോ കാപ്പിയോ അതുപോലെ കഫീൻ അടങ്ങിയിട്ടുള്ള മറ്റ് ബിവറേജുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ BP നോക്കിയാലും അതിലും വ്യതിയാനങ്ങൾ വരാം. അതുപോലെ നല്ലവണ്ണം മദ്യം തലേന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, അടുത്ത ദിവസം ആ മദ്യത്തിന്റെ എഫക്റ്റ് മാറുന്നതിന് മുമ്പ് BP നോക്കിയാലും BP ചിലപ്പോൾ കൂടുതലായിട്ട് വരാം. ഇനി ഒരു നല്ല വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ BP കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പടിയെല്ലാം ഓടിക്കിതച്ച് കയറിയിട്ട് ചെന്ന് പോയി BP നോക്കിയാൽ നോർമൽ BP ഉള്ള ഒരാൾക്ക് കുറച്ച് കൂടുതലായിട്ട് കണ്ടേക്കും. അതുകൊണ്ടാണ് ഒരു 5-10 മിനിറ്റ് ചെന്നിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് BP നോക്കണം എന്ന് പറയുന്നത്. കാര്യം ഈ BPയുടെ ഒരു റെക്കോർഡിംഗ് വെച്ചിട്ടാണ് നമ്മൾ പല രോഗങ്ങളെക്കുറിച്ചും മരുന്ന് വേണോ എന്നുള്ളതിനെ കുറിച്ചും മറ്റും എല്ലാം തീരുമാനിക്കുന്നത്. ഇനി പലപ്പോഴും നമ്മുടെ തിരക്കുകൊണ്ടും മറ്റും ഒരു പ്രാവശ്യമായിരിക്കും BP നോക്കുന്നത്. ആദ്യമായിട്ട് ഒരാളുടെ BP നോക്കുകയാണ്, ഒരു പ്രാവശ്യം BP നോക്കി, കൂടുതലോ കുറവോ ആയിക്കോട്ടെ, ഒരു 3-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ BP നോക്കിയിട്ട് ഈ രണ്ട് വാല്യൂസും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് വേണം BP ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ. ഇപ്പോൾ BP ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ BPക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, പലരും വീട്ടിൽ BP നോക്കാറുണ്ട്. ഇലക്ട്രോണിക് BP മെഷീൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. വീട്ടിൽ വെച്ച് BP നോക്കുമ്പോഴും എപ്പോഴും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു കൊണ്ട്, നടു സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് കയ്യിലെ BP നോക്കുന്നതാണ് നല്ലത്. അപ്പൊ തന്നെ ഒരു BP വാല്യൂ വെച്ചിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഒരു BP കൂടെ നോക്കണം. ഇനി BPക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കട്ടെ, ഉടനെ ഏത് സമയത്താണ് നമ്മൾ BP നോക്കേണ്ടത് എന്നൊരു ചോദ്യം വരും. സാധാരണഗതിയിൽ മരുന്ന് കഴിച്ച ശേഷം BP നോക്കുന്നതാണ് ഈ മരുന്ന് കൊണ്ട് BP കുറഞ്ഞിട്ടുണ്ടോ, കൺട്രോൾ കൃത്യമാണോ എന്ന് നിർണ്ണയിക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡോക്ടറെയോ നഴ്സിനെയോ കാണാനായി BP നോക്കാൻ ചെല്ലുമ്പോൾ ഓടിക്കിതച്ചുകൊണ്ട് തിരക്ക് കാണിച്ച് ഒന്ന് ഇരിക്കാൻ പോലും കൂട്ടാക്കാതെ നേരെ ചെന്ന് കൈ അങ്ങോട്ട് നീട്ടി നിന്നുകൊണ്ട് എന്റെ BP നോക്കി തരൂ എന്ന് പറയുന്നത് നിങ്ങളുടെ BPയിൽ തന്നെ വ്യതിയാനം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും BP നോക്കുമ്പോൾ ക്ഷമയോടുകൂടി BP നോക്കുക. അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ BP നോർമൽ ആണെന്ന് കൃത്യമായിട്ട് അറിയാം. അതേസമയം ചിലപ്പോൾ ആകാംക്ഷയും ക്ഷമയും ഇല്ലാതെ തിരക്കിട്ട് പോയി BP നോക്കുമ്പോൾ ചിലപ്പോൾ BP കൂടുതലായിട്ട് കണ്ടേക്കാം. അത് പലപ്പോഴും രോഗനിർണയത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാം. സോ BP നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.